അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് പകരം ചെങ്ങന്നൂർ പമ്പ റെയിൽപാത വരുമെന്ന വ്യക്തമായ സൂചനയുമായി കേന്ദ്ര സർക്കാർ. അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ലഭിക്കുന്നില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. 1997, 1998 കാലഘട്ടത്തിൽ കേന്ദ്രാനുമതി ലഭിച്ച അങ്കമാലി എരുമേലി ശബരി റെയിൽപാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാലാണ് മുടങ്ങിക്കിടക്കുന്നതെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അങ്കമാലി എരുമേലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാത്തത് സംസ്ഥാന സർക്കാരിൻ്റെ നിസ്സഹകരണം മൂലമാണെന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തുറന്നു പറഞ്ഞിരുന്നു. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ്, രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എന്നിവർക്ക് നൽകിയ മറുപടികളിലാണ് ശബരി പാതയുടെ പ്രതിസന്ധികളെക്കുറിച്ച് റെയിൽവേ മന്ത്രി വിശദീകരിച്ചത്. പ്രാദേശിക എതിർപ്പുകളും കേസുകളും പദ്ധതി മുടങ്ങാൻ കാരണമാണ്. പദ്ധതിയുടെ ചെലവ് 3726.95 കോടി രൂപയായിരിക്കുമെന്ന പുതുക്കിയ എസ്റ്റിമേറ്റ് കേരയിൽ കമ്പനി ഡിസംബർ 15 സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും ചെലവിൻ്റെ ഒരു ഭാഗം സംസ്ഥാനം വഹിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാനം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. അങ്കമാലി എരുമേലി പാതയുടെ അങ്കമാലി മുതൽ കാലടി വരെയുള്ള 7 കിലോമീറ്റർ, കാലടി മുതൽ പെരുമ്പാവൂർ വരെയുള്ള 10 കിലോമീറ്റർ ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് നടപടി തുടങ്ങിയിരുന്നു. ബാക്കി പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലൂടെയായിരുന്നു നിർദ്ദിഷ്ട പാതയുടെ അലൈൻമെൻറ്റ്. അതേസമയം ദൈർഘ്യം കുറഞ്ഞ ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് വിശദ പദ്ധതിരേഖ തയ്യാറാക്കുന്ന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. ചെങ്ങന്നൂർ പമ്പ റെയിൽപാതയുടെ നീളം 75 കിലോമീറ്ററാണ്. പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും DPR തയ്യാറാക്കാനാണ് ഇതെന്നും അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അങ്കമാലി എരുമേലി ശബരി പാതയ്ക്ക് ബദലായാണ് ചെങ്ങന്നൂർ പമ്പ ശബരി പാത. ഈ പാത ശബരിമല ക്ഷേത്രത്തിന് 4 കിലോമീറ്റർ അടുത്തെത്തും എന്ന പ്രത്യേകതയുമുണ്ട്. എരുമേലി അങ്കമാലി പാത 22 കിലോമീറ്റർ അകലെയേ എത്തൂ. പമ്പയിലാവും റെയിൽവേ സ്റ്റേഷൻ. ഇതിന് വനം വകുപ്പിൻ്റെ അനുമതി വേണം. പെരിയാർ ടൈഗർ റിസർവിൽപ്പെട്ടതാണ് പ്രദേശം. പമ്പാ നദിയുടെ തീരഭാഗത്തുകൂടി ആകാശപാതയാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിട്ടുണ്ട്. സർവേക്കു ശേഷമേ ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകൂ. നിലവിൽ ചെങ്ങന്നൂരിൽ നിന്നും പമ്പയിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കാൻ 90 കിലോമീറ്റർ ദൂരമുണ്ട്. 2 മണിക്കൂർ 15 മിനിറ്റ് സമയമെടുത്ത് ഈ ദൂരം താണ്ടാനാകൂ. എന്നാൽ ചെങ്ങന്നൂർ പമ്പ റെയിൽപാതയാകട്ടെ വെറും 75 കിലോമീറ്റർ മാത്രമാണ്. ചെങ്ങന്നൂരിൽ തുടങ്ങി ആറന്മുള, കോഴഞ്ചേരി, കീക്കൊഴൂർ, വടശ്ശേരിക്കര, നിലയ്ക്കൽ, അട്ടത്തോടും കടന്ന് പമ്പയിലെത്തുന്ന നിലയിലാണ് പാത. 160 കിലോമീറ്റർ വേഗതയിൽ അരമണിക്കൂർ കൊണ്ട് ഈ ദൂരം താണ്ടാനാകും. കേരളത്തിലെ റെയിൽവേ വികസനം തടസ്സപ്പെടുന്നതിന് കാരണം സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതാണെന്നാണ് കേന്ദ്ര റെയിൽ മന്ത്രി ആരോപിക്കുന്നത്. ആലപ്പുഴ എറണാകുളം പാതയുടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട KC വേണുഗോപാലിൻ്റെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം ആവർത്തിച്ചത്. 459.54 ഹെക്ടർ വേണ്ടതിൽ 62.83 ഹെക്ടർ മാത്രമാണ് ഏറ്റെടുത്തതെന്നും റെയിൽവേ 2125.61 കോടി രൂപ സംസ്ഥാനത്തിന് നൽകിയെങ്കിലും സ്ഥലമെടുപ്പ് നടക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു.